ഹജ്ജാജിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവൻ പറഞ്ഞു, അവിടെ നിന്ന് എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞു, അമ്മ നബിയാണെന്ന് പറയാൻ, എന്നെ കൊണ്ട് വിശ്വസിക്കണം. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കള്ളനാടാ. എവിടെ? അവന്റെ കൊട്ടാരത്തിൽ പോയി ഇരുന്നിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, കൊന്നുകളയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിയിട്ട് കഴുത്ത് വെട്ടിമുറിക്കാൻ കൊണ്ടുവന്ന് കിടത്തി. കഴുത്ത് വെട്ടിമുറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കിടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കഴുത്ത് വെട്ടാമെന്ന മനുഷ്യൻ നോക്കുമ്പോ ഹജ്ജാജ് കൽപ്പന നടത്തി കഴുത്ത് വെട്ടാൻ വരുന്ന ആള് നോക്കുമ്പോ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കാം. അയാളെ കൈവറച്ചു. ഹജ്ജാജ് പറഞ്ഞു, ഞാൻ തലവെട്ടാം. ഹജ്ജാജ് പറഞ്ഞു, എനിക്ക് പേടിയില്ല, ഞാൻ തലവെട്ടാം. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിമുറിച്ചു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അവിടെ നിന്ന് തല വെട്ടിമുറിച്ചപ്പോ പൈപ്പ് പൊട്ടികെട്ട് ഒഴുകുന്നത് പോലെ രക്തം അങ്ങോട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഹജ്ജാജ് കൊലയെല്ലാം നടത്തിയതിനു ശേഷം തന്റെ വൈദ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഒരുപാട് പേരെ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം പോലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല, ഇവന്റെ രക്തം മാത്രം പോകാനുള്ള കാരണം എന്താ? ഞാൻ ഒരുപാട് പേരെ എന്റെ കൈ കൊണ്ട് ഇവിടെ തലവെട്ടി കൊന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം പോലും ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തു പോയിട്ടില്ല, ഈ സഈദിന്റെ രക്തം മാത്രം പോകാൻ കാരണം എന്താ? ആ സമയത്താണ് വൈദ്യന്മാര് പറഞ്ഞു കൊടുത്തു, സാധാരണ കൊല്ലാൻ കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ ചത്തിട്ടുണ്ടാകും. കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ പേടിച്ച് മരിച്ചിട്ടുണ്ടാകും. ഇവിടെ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുന്നു, അത്രയേ ഉള്ളൂ. ഈ ചങ്ങാതിക്ക് മരിക്കാൻ പേടിയില്ല. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല ഭയമില്ലായിരുന്നോ? ഇവിടെ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാൽ അവനുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം അവന്റെ ഭയം നഷ്ടപ്പെടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്ക്, ഇപ്പത്തെ സാഹചര്യവുമായിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. ഇലക്ഷന്റെ റിസൾട്ട് വരുന്നു, റിസൾട്ട് വന്നില്ല, നമ്മൾ ഇപ്പോഴേ ഭയന്ന് റെഡിയായി കഴിഞ്ഞു. റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് പൊട്ടിക്കാൻ പോവാ, നമ്മൾ ഇപ്പോഴേ ഭയന്നു. അല്ലാ, കഴിഞ്ഞു പടച്ചവനെ, എല്ലാം തീർന്നു. അല്ലാ പടച്ചവനെ, ഇനി എന്ത് ചെയ്യും ഉസ്താദേ, ഇനി എന്ത് ചെയ്യും ഉസ്താദേ, നമ്മുടെ കാര്യം പോക്ക. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ എന്റെ പൊന്നാര ചങ്ങാതിയോട് ചോദിക്കട്ടെ. അല്ല ചോദിച്ച ചോദ്യമാ, സ്വർഗത്തിലേക്ക് വെറുതെ കയറിപ്പോകാൻ പറ്റുമെന്നാ നീ കരുതുന്നേ? അള്ളാഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റുമോ? അല്ലാഹ് പറഞ്ഞു, ഇല്ല. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികളായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട്, ബനു ഇസ്രായേൽപ്പെട്ട ജനങ്ങളെ കൊണ്ടുവന്നിട്ട്, മതം മാറിയവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. തലയുടെ മധ്യഭാഗത്ത് വാള് വെച്ചിട്ട് ചോദിക്കും, മതം മാറുന്നുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞ മരം മുറിക്കുന്നത് പോലെ അവരെ 2 കഷ്ടമായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ കേറിക്കഴിഞ്ഞാൽ പേടിയൊക്കെ നഷ്ടപ്പെടും ചങ്ങാതി. അള്ളാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭയമൊക്കെ മാറും. അള്ളാനെ ഇപ്പൊ ആർക്കും മനസ്സിലാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്കതുകൊണ്ട് തന്നെ വേറെ പല ചിന്തയും ടെൻഷനും ബേജാറും നമുക്കൊക്കെ വലിയ ടെൻഷനാ. എന്റെ പൊന്നാര ചങ്ങാതി, ജനിച്ച ഒരു ദിവസം മരിക്കും. എടാ, നീ അനുഭവിക്കാനുള്ളത് നീ അനുഭവിക്കുക തന്നെ വേണം. എന്റെയും നിങ്ങളുടെയും നമ്മളൊക്കെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ആരാ അധികാരം കൊടുക്കുന്നത്? ആരാ? അല്ലാഹല്ലേ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅതിൽ മുൽക മിമ്മൻ തശാ. അല്ലാഹ് പറഞ്ഞില്ലേ, അധികാരം എന്റെ കയ്യിലാണ്. അധികാരം കൊടുക്കുന്നവൻ അള്ളയാ. അപ്പൊ അള്ളയാണ് ഈ ചങ്ങാതിമാർക്ക് അധികാരം കൊടുത്തത്. എന്തിനാ? നമ്മളെല്ലാം ദുആ ചെയ്തു, പഠിച്ചോനെ അല്ലാ 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 അല്ലാന്ന്. എന്നിട്ടും അള്ളാഹു അധികാരം ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പാഠം പഠിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കാം. എന്തുകൊണ്ടാ പടച്ചവൻ നമ്മളെ കൈവിട്ട് കളഞ്ഞത്? എന്തുകൊണ്ടാ എന്റെ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ മറന്നതുകൊണ്ടാ? നമ്മൾ പടച്ച റബ്ബിനെ നമുക്ക് പേടിയില്ല, അള്ളാഹിനെ നമുക്ക് ഭയമില്ല. അള്ളാഹിനെ ഭയമില്ലാതെ വരുമ്പോ, അള്ളാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോ അള്ളാഹു നമ്മളെ കൈവിട്ട് കളയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വരാനുള്ളതൊക്കെ വരും, അതൊന്നൊരു ബേജാറായി കാണരുത്.
അതൊക്കെ വരികയും നമ്മളത് വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈമാൻ അത് നിലനിർത്താനുള്ള വലിയ കഷ്ടപ്പാടാ. വലിയ പരീക്ഷണം വരാൻ പോവുകയാ, വലിയ പരീക്ഷണം വരാൻ പോവുകയാ. ഇതൊക്കെ അള്ളാന്റെ ഖുർആൻ നേരത്തെ പറഞ്ഞതാ. എത്ര ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കും. അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. അല്ലാഹു തന്റെ അടിമകൾക്ക് ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കും. ഫലസ്തീനിലേക്ക് നോക്ക്, എന്തെല്ലാം ചെയ്തിട്ടും വല്ല മാറ്റം ഉണ്ടാ ചങ്ങാതിമാർക്ക്? അവിടത്തെ കുട്ടികളൊക്കെ കണ്ടില്ലേ, ഇപ്പം അങ്ങ് ഒറ്റ 24 മണിക്കൂർ കൊണ്ട് ഈ നാട് ഒന്നും ഇല്ലാതാക്കൂന്ന് പറഞ്ഞിട്ട് മാസം കുറെ ആയില്ല ചങ്ങാതി. അള്ളാഹു മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണോ ഈമാൻ ഉറച്ചുള്ള ഭയം കിട്ട്. അല്ല പറഞ്ഞു, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ കൊല്ലൂന്ന് പറയും, നിന്നെ നാട് കടത്തൂന്ന് പറയും, നിന്നെ പലതും ചെയ്യൂന്ന് പറയും. നീ അപ്പോഴും പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും നീ പറയണം. അതാണ് അള്ളാഹു നമ്മളെ പല രീതിയിലും ഭയപ്പെടുത്തും, കൊല്ലും, കരിക്കും, പൊരിക്കും, വറുക്കും. എന്നാ പറഞ്ഞാലും നീ അനങ്ങരുത്. ആ പരീക്ഷണമാണ് വരാൻ പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് ആരെയാ? നിന്നെ എന്നെയാണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിക്കണുണ്ടോ? ബോറടിക്കണുണ്ടോ? ഈ വിഷയം പറയുമ്പോ അങ്ങനെ നമുക്കിപ്പോ ഇതിലേ പറയാൻ പറ്റും, ഖുർആൻ ഹദീസിലേ പറയാൻ പറ്റും. ബോറടിക്കണമെങ്കിൽ പറഞ്ഞേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നബിതങ്ങളെ അല്ലേ അള്ളാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്? നിങ്ങൾ നോക്കിക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞില്ലേ? നബിതങ്ങളെ വീടിന് ഹിജ്റയ്ക്ക് പോകാൻ തയ്യാറായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിട്ട് കാത്തു നിൽക്ക. ഇറങ്ങി അപ്പ കൊന്നേക്കണം. ആരുടെ കൈ കിട്ടുന്നോ ആർക്ക് വേണമെങ്കിലും കൊല്ലാം. കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു. ഉരി പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് ശത്രുക്കൾ നിൽക്കുകയാണ്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടിനകത്ത് അലിയാര് തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് നബിതങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നബിതങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീനിൽ എപ്പോഴും ഓതുന്ന ഒരായത്താണ് ഞാനും നിങ്ങളും. നബിയേ, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ഈ ആയത്ത് ഓതി ആ മണ്ണിൽ ഊതിയിട്ട് വാതില് തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോക്കോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ആ ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് നബിതങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? AK-47 കൊണ്ടൊന്നും അല്ലല്ലോ പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഒരു മുസ്ലിമിന്റെ കാൽ ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണ് മതി നമുക്ക് രക്ഷപ്പെടാൻ. അതും ചില സമയത്ത് അങ്ങനെ. ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അത്ര നബിയെ, ഒന്നുമില്ല നബിയെ, വാളുമില്ല, പരിചയമില്ല, കുന്തോ ഇല്ല, ഒന്നുമില്ല. താഴെ കടന്ന മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ. ഈത്തപ്പഴ മരത്തിന്റെ മടലുണ്ടല്ലോ, അതെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ. അത് മതിയായിരുന്നടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം പഠിച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മടിത്തട്ടില് നബിതങ്ങൾ കിടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങൾ കൈകാലി വിറക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ, ദാ നിൽക്കുന്ന നബിയെ ശത്രു. ഗുഹയുടെ മുകളിൽ പ്രാന്ത് പിടിച്ചതുപോലെ വന്നിരിക്കുക.
നബി അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ രണ്ടുപേരെയും കാണും. കൊന്നുകളയും നബിയെ. നബി തങ്ങൾ ചിരിച്ചടോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ ചിരിക്കണേ? അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള ഞാനും നിങ്ങളും പഠിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ തങ്ങളോട് മാത്രമല്ല പറഞ്ഞേ, എന്നോട് നിങ്ങളോടും പറഞ്ഞേ. എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ആരുണ്ട്? ഉറക്കപ്പറ, ആരുണ്ട്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കണോ? നിങ്ങൾ ചോദിക്കണേ, എന്തേ ഉസ്താദെ 400 357 എല്ലാം അവരുടെ കയ്യിലാണെന്നല്ലേ? ഈ മൊത്തം അവരെടുക്കട്ടെ. ഈ മൊത്തം എംപി സ്ഥാനവും എന്തും അവർ മൊത്തം പിടിക്കട്ടെ. ഭൂരിപക്ഷമായി ഇല്ലേ? ബദറിൽ ഭൂരിപക്ഷമാണോ ജയിച്ചേ? ഉഹദിൽ ഭൂരിപക്ഷമാണോ ജയിച്ചേ? ചരിത്രം എന്തേ പഠിക്കാത്ത? നിങ്ങൾ കഅബാലയം എല്ലാവരും ഹജ്ജിന് പോകുന്ന മാസമാ. അള്ളാഹു ഈ വർഷം ഹജ്ജിന് പോയ എല്ലാവരുടെയും അള്ളാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയം നിങ്ങൾ ഒരു സൂറത്ത് ഓതാറില്ലേ മരിബിൻ ഉസ്താദ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. ഈ സൂറത്ത് ഓതാറില്ലേ? ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആന എന്ന് പറയുന്ന മൃഗവുമായിട്ട് അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി മക്കത്തുള്ള കഅബാലയം പൊളിക്കാൻ വന്നു. കാരണം മക്കക്കാരുടെ കയ്യിൽ ആനയില്ല. ആന എന്ന് പറയുന്ന ജീവിയുമായി അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുടെ കഅബാലയം പൊളിക്കാൻ വന്നപ്പോ അള്ളാഹ് എന്താ ചെയ്തേ? ആ ചെറിയ കിളിയുണ്ടല്ലോ, കുരുവി, ആ ചെറിയ കിളി, ആ കിളിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? അല്ലാഹ് പറഞ്ഞില്ലേ പശുവ് പുല്ല് തിന്നിട്ട് ബാക്കി വന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭൂരിപക്ഷത്തിലൊന്നൊരു കാര്യമില്ല ചങ്ങാതി. അള്ളാഹ് എപ്പോഴാണെന്നറിയില്ല. അള്ളാഹുടെ സഹായം എങ്ങനെയാ വരണേന്നറിയില്ല. നമുക്കറിയാം ഫിറഔനിനെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ ആളാ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഉമർ സത്യം ചെയ്തു, ഞാൻ മുഹമ്മദിന്റെ തലയുമായിട്ട് ഇനി തിരിച്ചു വരുമെന്ന്. ഉമർ ഒരു വാക്ക് പറഞ്ഞ പിന്നെ വാക്കാ. ആ ഉമറാണ് നബിതങ്ങളെ കൊല്ലാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത്. എങ്ങനാ? നബിതങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് കഅബയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ഉമറാണ് നബിതങ്ങളുടെ കൈ പിടിച്ചിട്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാ, വിളിച്ചു പറ നബിയെ അള്ളാഹിനെ കുറിച്ച്. ആരാ തടയുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവനല്ലേ, ഈ ഉമറല്ലേ, ഈ ഖത്താബിന്റെ മകൻ ഉമറാ നബി തങ്ങളുടെ തലവെട്ടാൻ പോയത്. ആ ഉമറാ നബി തങ്ങളുടെ കൈപിടിച്ച് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് വിളിച്ചു പറ, ആരാ തടയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. എടോ, അള്ളാഹ് എങ്ങനാ സഹായിക്കണേന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടോ? ചോദ്യം ഉണ്ടോ? ഇല്ലടോ. ഉണ്ടോ? എന്തേ ഉണ്ടോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, അള്ളാഹ് കൂടെയുണ്ടോ? നമ്മളാകെ സഹായിക്കേണ്ടത് അള്ളയായിരുന്നു. ആ അള്ളാനെ വരെ ഞാനും നിങ്ങളും വെറുപ്പിച്ചു വെച്ചിരിക്കുക, പിന്നെ എങ്ങനെ സഹായിക്കാൻ? എന്തേ അള്ളാഹ് നമ്മളെ സഹായിക്കാത്ത? എന്തേ ഉസ്താദെ നമ്മളൊക്കെ തലകുത്തി കിടന്നിട്ട് ദുആ ചെയ്തിട്ടും സഹായം വരാത്ത? എങ്ങനെ സഹായിക്കാനാ? അള്ളാഹ് പറയുന്നത് വല്ലോ നീ അനുസരിക്കുന്നുണ്ടോ? അള്ളാഹ് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാനോ നിങ്ങളോ അനുസരിക്കുന്നുണ്ടോ? എടോ, നമ്മളെപ്പോലെ അഹങ്കാരമുള്ള വേറെ ഏതെങ്കിലും ഒരു ജനത ലോകത്തുണ്ടോ? ഉപദേശം, വഅള് ജനിച്ചപ്പോഴേ ബാങ്ക് വെക്കാമത്തും. ഓർമ്മ വെച്ച കാലം മുതൽ വഅളും നസീഹത്തും മജ്ലിസുൻ നൂറും ഹത്തവും ആണ്ടും നേർച്ചയും. വഅള് കേട്ടിട്ട് തലതിരിഞ്ഞു പോയ അവസ്ഥയാണ് നമ്മളിപ്പോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ആമീൻ പറ. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിക്കഴിഞ്ഞാൽ അള്ളയാരാണെന്നറിഞ്ഞാൽ അവന്റെ പേടി നഷ്ടപ്പെടുകയാണ്. അവനൊന്നിനെയും ഭയമില്ല, അവന് മരണത്തെയും ഭയമില്ല, അവൻ എന്ത് ശിക്ഷ കിട്ടിയാലും അവന് ഭയമില്ല, അവന് എന്ത് ചെയ്താലും അവന് പേടിയില്ല. ഒരു വല്ലാത്ത ധൈര്യമാണ്, വല്ലാത്ത ധൈര്യമാണ്. പടച്ചവനേ, ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ ചരിത്രം പഠിച്ചവനല്ലേ. ഹജ്ജാജ് ഞാനാണ് ദൈവമെന്ന് പറഞ്ഞു നടന്നവനാണ്. ആ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി അവന്റെ മുമ്പിലേക്കാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടു ചെല്ലുന്നത്. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്നു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ് പറഞ്ഞു, ഞാനാണടാ, എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഞാനാണ് റബ്ബെന്ന് പറയണം. പടച്ച റബ്ബേ. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കള്ളനാടാ, നീ കള്ളനാടാ, നീ കള്ളനാടാ, നിന്നെ എങ്ങനാ ഞങ്ങള് വിശ്വസിക്കുക? നീ കള്ളപ്രവാചകനല്ലോ. പടച്ചവനെ അവിടെ നിന്ന് ഉറക്കെ പറയുമ്പോ തന്റെ നാട്ടുകാര് തന്റെ വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതിന്റെ കോപം കാരണം അവിടെ നിന്ന് ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തലവെട്ടാൻ. സഈദ് ഇബ്നു ജുബൈർ